ദൈവത്തിന് നന്ദിയുള്ളവരായി ഞങ്ങൾ ഇന്ന് പകലായിരിക്കുന്നു. എത്ര പേര് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്? കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം കാത്തതിന് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് കഴിയുമെന്നാണ് ചോദിച്ച്. അയ്യോ, എത്ര പേരാ എവിടെയൊക്കെ ആക്സിഡൻറ്റും അപകടവും രോഗവും അല്ലേ, എത്ര 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 പ്രതിസന്ധികൾ കൂടെ ഓരോരുത്തർ കടന്നുപോയേ. ദൈവം നമ്മളെ കാത്തതിന് അത് പറഞ്ഞാൽ വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. പാട്ടുകാരൻ പാടിയ വർണ്ണിച്ചിടാൻ വാക്ക് പോരാ, യേശുനാഥ നിന്റെ സ്നേഹം എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ സ്നേഹിച്ചു, കാത്തു, പരിപാലിച്ചു. ഒരു ദിവസം കൂടെ, ഒരാഴ്ചയും കൂടെ, ഒരാഴ്ചവട്ടം കൂടെ ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ സങ്കീർത്തനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. 37-ാം സങ്കീർത്തനമാണല്ലോ നാം ഇന്ന് പകലിൽ വായിച്ചത്. 37-ാം സങ്കീർത്തനത്തിൽ അത് വായിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ 1-2 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്ന ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അടുത്തത്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു. അടുത്തത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ഈ ആഴ്ച നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം തരാൻ പോവുക. എത്ര പേര് നല്ലവണ്ണം ആമേൻ പറയുന്നുണ്ട്? എന്താ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചത്? നല്ലൊരു വീടാണോ? നല്ലൊരു ജോലിയാണോ? കടമൊക്കെ മാറി സ്വസ്ഥമായി ജീവിക്കാനാണോ? ആരോഗ്യമുള്ളൊരു ശരീരമാണോ? അല്ല, തലമുറകളൊക്കെ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്നതാണോ നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിച്ചത്? ഞാൻ ഇന്ന് പകൽ ഒരു പ്രവചന ശബ്ദത്തോടെ വിളിച്ചു പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കാൻ പോവുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. യഹോവ തൻ്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാ. അവന് അത്ഭുതങ്ങൾ ചെയ്യുന്ന മന്ത്രിയാണ് വീരനാം ദൈവമാ. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ദൈവസന്നിധിയിൽ ഉറച്ച് അവൻ ദേശത്ത് വിശ്വസ്തരായി പാർത്താൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കും. ദുഷ്ടന്റെ ആഗ്രഹം നാം തകർന്നു പോകുന്നത് കാണാനാണ്. ദുഷ്ടൻ കാത്തിരിക്കുന്നത് നാം തകർച്ചയുടെ കുഴിയിൽ വീണ് നമ്മൾ മുടിഞ്ഞു പോകുന്നത് കാണാൻ അവർ നിൽക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു, ദേശത്ത് പാർക്കണം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം എന്തു ചെയ്യും? അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം അവന് തരും. ദുഷ്ടന്റെ ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്. ദുഷ്ടന്റെ ഹൃദയത്തിൽ ഒത്തിരി ആശകളുണ്ട്. അതിങ്ങനെയാ, ദുഷ്ടൻ നമ്മൾ വീഴുന്നത് കാണാൻ അവൻ ആശിച്ചിരിക്കുന്നത്. ശത്രുവിൻ്റെ ആഗ്രഹം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് കാണാനാ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ജയം പ്രാപിക്കണമെന്നതാ. എത്ര പേര് നന്ദിയോടെ ആമേൻ പറയും? നിങ്ങളാരും ഇവിടെ ഇല്ലെന്തോ. ആത്മസന്തോഷത്തിലൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചകളിൽ ദേശത്ത് വിശ്വസ്തരായി നാം പാർത്താൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ ചെയ്തു തരും. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവനത് നിർവഹിക്കും. ചേർന്നെന്ന് പറഞ്ഞേ, അവനത് നിർവഹിക്കും. എന്നെ ആവശ്യം ദൈവം നിർവഹിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അടുത്തത്, യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുകയും ദുരുപായം ഉപയോഗിക്കുന്നവനെ കുറിച്ച് നീ മുഷിയരുത്. കാര്യസാധ്യത്തിന് വേണ്ടി, സാധ്യത്തിന് വേണ്ടി പ്രാപിക്കുന്നവരുണ്ട്. അവരെ കണ്ട് നീ മുഷിയരുത്. ദുരുപായം പ്രയോഗിക്കുന്നവർ, കാര്യസാധ്യവും ദുരുപായവും ഉപയോഗിക്കുന്നവർ ഉണ്ട്. അവരെ കണ്ട് നീ എന്ത് ചെയ്യരുത്? മുഷിയരുത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഓർക്കുക, നമ്മുടെ ഇടയിൽ എത്ര പേര് വന്ന് കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോയി. പാവ പിടിച്ച് നമ്മുടെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കുക. നിങ്ങൾ എന്തോ ഈ കാണുന്നത്? കുഞ്ഞ ഇവിടെ എന്തിനു വന്നത് എനിക്കറിയത്തില്ല.
കാര്യസാധ്യത്തിന് വേണ്ടി എത്രയോ പേര് വന്നു. അവരെല്ലാം കാര്യം സാധിച്ചിട്ട് അവരവരുടെ പാട്ടിന് അവരെ ഓർക്കുമ്പോൾ നമുക്കല്പം മുഷിച്ചിലൊക്കെ ഉണ്ടെന്നിരിക്കാം. എപ്പോഴും വന്ന് കാര്യം സാധിച്ചു പോകുന്നവരെ കാണുമ്പോൾ നമുക്ക് മുഷിപ്പ് വന്നെന്നിരിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നു, കാര്യസാധ്യ ചെയ്തിട്ട് ഉപേക്ഷിച്ചു പോകുന്നവരെയും ദുരുപയോഗം ചെയ്യുന്നവരെയും ഓർത്ത് നീ മുഷിയരുത്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തത് കോപം കറഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുന്നു. വായിച്ചോ. ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ തിരുവചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത്. കാര്യസാധ്യം ചെയ്യുന്നവൻ ദുഷ്ടൻ, അവനെന്ത് ചെയ്യും? ഛേദിക്കപ്പെടും, അവൻ മുടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ദുഷ്ടനെ പറ്റി പറയുക, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. നല്ലൊരു ആമേൻ പറഞ്ഞേ. ചിലരെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല, ചിലരെയൊക്കെ നോക്കി അല്ലേ, ആരാധനയ്ക്ക് വരുമെന്നോർത്ത് നോക്കി, പ്രാർത്ഥന ഇനിയും വരുമെന്നോർത്ത് നോക്കി. അവരെ പറ്റി പറയുന്നു, അവർ കാര്യസാധ്യത്തിന് വന്നവരാ, അവർ ദുരുപയോഗം പ്രാപിച്ചു വന്നവരാണ്. അവരുടെ ആഗ്രഹം കാര്യസാധ്യം മാത്രമായിരുന്നു. നാം അവരെ ഓർത്ത് മുഷിച്ചിരുന്നപ്പോൾ ദൈവം പറയുക, കുറഞ്ഞൊന്ന് കഴിഞ്ഞ് അവരെ കാണുകയില്ല. ചേർന്നൊരാമയും പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയാം, കാര്യസാധ്യത്തിന് ദുരുപയോഗത്തോടുകൂടെ നാം ദുഷ്ടതയിൽ ദൈവസന്നിധിയിൽ വന്നാൽ, ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധി കാണത്തില്ല. സ്തോത്രം. ഒന്നും കൂടെ പറയാം, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുകയും ദുരുപയോഗത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്ക വരികയും ദുഷ്ടതയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വരികയും ചെയ്താൽ, ഒരു ദുഷ്ടനായി നിങ്ങൾ ജീവിച്ചാൽ, വചനം പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞ് അവരെ കാണുകയില്ല. അവരുടെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയും. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു ചിന്ത നമ്മളിൽ കാണരുത്. കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത് ദൈവത്തിൻ്റെ അടുക്ക വരുന്നത്. ദൈവത്തിൻ്റെ അടുക്ക ഒരു കാര്യത്തിനും സാധിക്കാൻ വേണ്ടി വരരുത്. പിന്നെന്ത് ചെയ്യണം? ദൈവസന്നിധി പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവമെന്നറിഞ്ഞവനെ നമസ്കരിക്കാൻ നാം മുട്ടുമടക്കിയാൽ അവൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നോക്കിക്കേ, ദുഷ്പ്രവൃത്തിയോടുകൂടെ ദുരാലോചനയോടുകൂടെ കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? പലരും ഇങ്ങനെയാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം. അങ്ങനെ ഇരിക്കുക അവരിങ്ങനെ പല ക്ഷേത്രത്തിലും പോയി പല പള്ളികളും പോയി നേർച്ചയൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നപ്പോഴും ആരോ പറഞ്ഞത്, ഇവിടെ ഇന്ന സഭയിൽ നല്ലൊരു സഭയുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് പെട്ടെന്ന് വിടുതൽ. അവർ വരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാ. അങ്ങനെ വരുന്നവരെ പറ്റി പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞ് പിന്നെ അവരെ കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, കാര്യസാധ്യത്തിന് വേണ്ടി നാം ദൈവത്തെ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഓർക്കും, കർത്താവേ, എൻ്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്നൊന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അയ്യോ, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണം. നിങ്ങളുടെ കാര്യം ദൈവം സമാപ്തിയിലെത്തിക്കും. അല്ലേ ഒരു ആമേൻ പറഞ്ഞേ? ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു. അവൻ തക്ക സമയത്ത് അത്ഭുതം ചെയ്യും. ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അടുത്തത് എഴുതി, എന്നാൽ സൗമ്യതയുള്ളവൻ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവൻ എന്ത് ചെയ്യും? ആനന്ദിക്കും. രണ്ട് കാര്യം ഇവിടെ പറയുന്നു. ഒന്ന്, ഭൂമിയെ കൈവശമാക്കും. രണ്ട്, സമാധാന സമൃദ്ധി അവന് ഉണ്ടാകും. ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, കാര്യസാധ്യത്തോടെ ദൈവസന്നിധി വരാതെ ദൈവത്തെ വിശ്വസ്ത സന്നിധിയിൽ എണ്ണി ദൈവം എന്ന് കണ്ട് അവനെ നമസ്കരിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ വചനം പറയുന്നു, നീ ഭൂമിയെ കൈവശമാക്കും. അടുത്തത്, നിന്റെ വീട്ടിനകത്ത് സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. നല്ലൊരു ആമേൻ പറഞ്ഞേ. എന്തൊക്കെ ഉണ്ടാകും? സമാധാനവും സമൃദ്ധിയും
ഉണ്ടാകും. ചേർന്നൊരാമയും പറഞ്ഞാട്ടെ. ഏതെങ്കിലും നിലയിൽ വീടിനകത്ത് സമാധാനവും സമൃദ്ധിയും ഇല്ല എങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളണം, നാം എപ്പോഴോ ദൈവത്തിൻ്റെ അടുക്ക ദുരാലോചനയുമായി കാര്യസാധ്യത്തിന് ചെന്നോ, അതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാതെ. ഒന്നും കൂടെ പറയാം, ഈ നിലയിൽ വരുന്ന വ്യക്തികളെ ദൈവത്തിന് നന്നായി അറിയാം. അവർ കുറഞ്ഞൊന്ന് കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കാണുകയില്ല. ഞാൻ നിങ്ങളോട് പറയാം, ദൈവസന്നിധിയിൽ നാം കാണേണ്ടതിന് ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടെ നോക്കുക. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവനെ നേരെ അവൻ പല്ല് കടിക്കുന്നു, കർത്താവ് അവനെ നോക്കി ചിരിക്കുന്നു. വായിച്ചു വിട്. ഇനി 16-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. നിങ്ങൾ ആ വാക്യം വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. അതിനടി ഒരു വരയൊക്കെ ഇട്ട് ഒന്ന് വെച്ച് നല്ലൊരു സ്തോത്രം പറഞ്ഞോണം. ഈ വചനം ശ്രദ്ധിക്കുക. 37-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അനേക സമൃദ്ധിയുള്ളവർ ദേശത്തുണ്ട്. വചനം പറയുന്നു, അവരെക്കാൾ അല്പമുള്ള ഒരു നീതിമാനുണ്ടോ, അവനാണ് നല്ലവൻ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ, ദൈവം നമുക്കൊന്നും തരുന്നില്ല പാസ്റ്ററെ. മറ്റുള്ളവരെ നോക്കി എന്ത് സമൃദ്ധി അവർക്ക് ഇഷ്ടം പോലെ സമ്പത്ത്, വീട്, കാറ്, കടമൊന്നുമില്ല. അവർ സമൃദ്ധിയോടെ സുഖിച്ച് നടക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന നമുക്കെന്നും കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയും. അപ്പം ഞാനൊന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിന്നേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ മാസം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. കഴിഞ്ഞ മാസം, പോയ മാസം, ആ മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? എത്രയെത്ര സാമ്പത്തിക വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു? എവിടെയെല്ലാം കടമടയ്ക്കാനുണ്ടായിരുന്നു? എവിടെയെല്ലാം നിങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു? എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു? എത്രയെത്ര ലോണുകൾ അടയ്ക്കാനുണ്ടായിരുന്നു? അതെല്ലാം നിങ്ങൾ അടച്ചില്ലേ? പറയാൻ മനുഷ്യൻ പറഞ്ഞു, യെസ് അടച്ചു. പിന്നെന്തിനാ നിങ്ങൾ ഈ മാസം ഇങ്ങനെ പറഞ്ഞത്? ചേർന്നൊരാമയും പറഞ്ഞില്ല. അർത്ഥം, അനേക ദുഷ്ടന്മാർക്ക് സമൃദ്ധി ഉണ്ടെങ്കിലും നീതിമാനായിരിക്കുന്നവന് അല്പമേ ഉള്ളെങ്കിലും ഞാൻ പറഞ്ഞു അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, സമൃദ്ധി ഉള്ളതിനേക്കാൾ നല്ലത് അല്പമുണ്ടെങ്കിലും അതാണ് നല്ലത്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുകയല്ല. സമൃദ്ധിയുള്ള ദുഷ്ടനേക്കാൾ അല്പമുള്ള നീതിമാൻ അവനാ നല്ലവൻ. ചേർന്നൊരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സമൃദ്ധിയുള്ളവൻ ദുഷ്ടൻ. അവിടെ എഴുതിയിരിക്കുന്നു അനേക ദുഷ്ടന്മാർ. സമൃദ്ധിയുള്ളവർ. ഇതിനകത്തുനിന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. അനേക സമൃദ്ധിയുള്ളവർ ഈ വചനത്തിൻ്റെ സത്യത്തിൽ നിന്ന് പറയാം, അവർ ദുഷ്ടന്മാരായിരിക്കും. നല്ലൊരു ആമയും പറഞ്ഞില്ല. അല്പം സമ്പത്ത് നിന്റെ കൈ വന്ന നീ മഹാദുഷ്ടനാകും. നിങ്ങളതിന് മിണ്ടിയില്ല. കുറെ പൈസ നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നിന്നെ പോലെ ദുഷ്ടൻ ഈ ലോകത്തിൽ ആരും. നിങ്ങളെല്ലാവരും അങ്ങ് പിണങ്ങിയിരിക്കുക. അതുകൊണ്ട് സമ്പത്ത് ഒത്തിരി വരാതിരിക്കുന്നതാണ് നല്ലത്. കുറേ പണം നിന്റെ ബാങ്കിലും നിന്റെ അക്കൗണ്ടിലും ഉണ്ടെങ്കിൽ നിന്റെ അഹങ്കാരം കൂടും. അവനെ പറ്റി പറയുക, ഒത്തിരി സമ്പത്തുണ്ടെങ്കിൽ അവൻ ആരായി മാറും? ദുഷ്ടനായി മാറും. സ്തോത്രം. അതുകൊണ്ട് സമ്പത്തൊന്നും കയ്യിലില്ലെങ്കിലും നീ നീതിമാനാണെങ്കിൽ അതാ നല്ലത്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. 19-ാമത്തെ വാക്യം വായിച്ചേ. നോക്കിക്ക് എവിടെ എഴുതിയിരിക്കുന്നു? യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ
തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൽ ഭംഗി പോലെയുള്ള അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ച് പോകും. ഇവിടെ ദുഷ്ടന്മാരെ പറ്റി നീതിമാന്മാരെ പറ്റി വീണ്ടും പറയുകയാണ്. യഹോവ നിഷ്കളങ്കന്മാരുടെ നാടുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. നിങ്ങൾ കേട്ടോ, നിഷ്കളങ്കന്മാരുടെ അവകാശങ്ങൾ അത് ശാശ്വതമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ഒരു നീതിമാനുള്ള നന്മ എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതായിരിക്കും. എന്നാൽ ദുഷ്ടനുള്ള നന്മ അത് നിലനിൽക്കില്ല. ഈ വചനത്തിൽ ചേർന്ന് പറയാം, കുറഞ്ഞൊന്ന് കഴിഞ്ഞ് അവരെ കാണത്ത് പോലുമില്ല. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഈ ദിവസങ്ങളിൽ നമ്മൾ ടി വിയിലും വാർത്തകളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി, മലയാള സിനിമയിൽ നടക്കുന്ന ചില പ്രതിസന്ധികളെ പറ്റി അന്വേഷിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റിയായി രൂപീകരിച്ചു. ആ കമ്മിറ്റി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലുണ്ടായിരുന്ന സാമ്പത്തികമായി വലിയ ലക്ഷപ്രഭുക്കളായിരുന്ന പലരെയും ഇപ്പോൾ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു MLA ഉണ്ടായിരുന്നു, എതിലെ പോയെന്ന് പോലും അറിയത്തില്ല. ചേതരാമേ പറഞ്ഞാട്ടെ, അനേക ദുഷ്ടന്മാർക്കുള്ള നന്മയേക്കാൾ നീതിമാനുള്ള അല്പമാം നല്ലത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞ് അവനെ കാണാനില്ല. ദുഷ്കാലത്ത് അവരെന്ത് ചെയ്യും? ലജ്ജിച്ചു പോകുകയില്ല. ക്ഷാമകാലത്ത് അവൻ തൃപ്തനായി തീരും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകും. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അടുത്ത 21-ാമത്തെ വാക്യത്തിൽ, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കത്തില്ല. വായ്പ വാങ്ങിയിട്ട് തിരികെ കൊടുക്കാത്തവരാരും ഇവിടെ ഇരിപ്പുണ്ടോ? അവരെ നോക്കി വചനം പറയുന്നു, നീ എത്ര വലിയ പുള്ളിയായാലും നീ ദുഷ്ടനാണ്, നീ ദുഷ്ടയാണ്, നീ ദുഷ്ടനും നീ ദുട്ടിയും. വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവൻ്റെ പേരെന്തുവാ? ദുഷ്ടൻ. ദുഷ്ടന്മാരെല്ലാം ഒരാമയം പറഞ്ഞ്. ഇവിടെ ഒത്തിരി ദുഷ്ടന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വായ്പ മേടിച്ചിട്ട് ഞാൻ കൊടുക്കുകയില്ല. എനിക്കറിയാവുന്ന ഒരു പുള്ളിക്കാരി എന്നെ ഒരിക്കലും 500 രൂപ വായ്പ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് കൊടുത്തു. പിറ്റേ ദിവസം തൊട്ട് യാതൊരു മിണ്ടാട്ടവും ഇല്ല, ഒരു സംസർഗവും. വായ്പ മേടിച്ചു കഴിഞ്ഞ പിന്നെ പല സ്നേഹബന്ധങ്ങളും നശിച്ചു പോകും. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ. അടുത്തത്, നീതിമാനോ കൃപാലുവായി ദാനം കൊടുക്കുന്നു. അപ്പൊ ദുഷ്ടൻ വായ്പ മേടിച്ചിട്ട് കൊടുക്കുന്നില്ല. അടുത്തത്, നീതിമാനോ കൃപാലുവായി ദാനം കൊടുക്കുന്നു. അപ്പൊ ദാനം കൊടുക്കാത്തവനും ദുഷ്ടന്റെ ലിസ്റ്റിലാണ്. ഉണ്ടോ നിങ്ങളിവിടെ? ദുഷ്ടൻ വായ്പ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കത്തില്ല, നീതിമാനോ കൃപാലുവായി വായ്പ ദാനം കൊടുക്കുന്നു. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ആരുടെയെങ്കിലും അവസ്ഥ കണ്ട്, ആരുടെയെങ്കിലും വിഷമം കണ്ട്, ആരുടെയെങ്കിലും പ്രയാസം കണ്ട് അവർ ചോദിക്കാതെ അവർക്ക് നിങ്ങൾ സമ്പത്ത്, പൈസ ദാനമായി അല്ലെങ്കിൽ കടമായി കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെപ്പറ്റി ദൈവം പറയുന്നു, നീ ഒരു നീതിമാനാ. സ്തോത്രം. അതിൻ്റെ മറുഭാഗം കൂടെ പറയാം. ആരെങ്കിലും പ്രയാസത്തോടെ ദുഃഖത്തോടെ സാമ്പത്തികമായി ഇച്ചിരി പ്രതിസന്ധി അനുഭവിച്ചു, നിന്റെ കയ്യിൽ ഇച്ചിരി പണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും പറഞ്ഞ് നീ അവരെ പറഞ്ഞു വിട്ടാൽ നിന്റെ പേരാ ദുഷ്ടൻ. ഹലോ, ദൈവവചനം പറയുന്നു, അവൻ്റെ അവസ്ഥ കണ്ട് അവന് കൃപാലുവായി നീ എന്ത് ചെയ്യണം? വായ്പ കൊടുക്കണം. കൃപാലുവായി അവന് ദാനം
കൊടുക്കണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എല്ലാവരും പോയോ? ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ച് കേട്ടെ. 2 കാര്യം പറഞ്ഞു. ഒന്ന്, ആരുടെയെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ കണ്ടിട്ട് അവനെ സഹായിക്കാൻ മനസ്സ് തോന്നിയിട്ട് കൊടുക്കാതിരിക്കരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല എങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാഹചര്യം കണ്ടാൽ എനിക്ക് അല്പം വിഷമം തോന്നും. ചിലപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ചിലരൊക്കെ തിരിച്ച് തന്നിട്ടുമുണ്ട്. പക്ഷേ എന്നൊരാമയും പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു നീതിമാനായെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ അയൽപക്കത്തുള്ളവർ, ആരെങ്കിലും നമ്മുടെ സഭയിലുള്ള ഒരു വ്യക്തികൾ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ, അവരുടെ വീട്ടിൽ അരിമേടിക്കാൻ പൈസയില്ലാതെ നിൽക്കുമ്പോൾ, മറ്റേതെങ്കിലും പ്രതിസന്ധിയിൽ അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ, നിൻ്റെ കയ്യിൽ കാശുണ്ടാഞ്ഞിട്ടും നീ കൊടുക്കാതിരുന്നാൽ നിൻ്റെ പേര് ദുഷ്ടനെന്നാ. അവൻ നിന്നോട് ചോദിക്കുക, നിൻ്റെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കണ്ടിട്ടും നിന്നോട് ഇച്ചിരി പൈസ ചോദിച്ചിട്ട് നീ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ പേര് ദുഷ്ടനാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ ചിലരോട് വായ്പ ചോദിക്കുന്നു. ഉച്ച കഴിഞ്ഞാൽ ചിലരോട് വായ്പ, ഞാൻ ചിലരെ ഉന്നം വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, എനിക്കൊന്ന് അറിയണം എത്ര ദുഷ്ടന്മാരിവിടെ ഉണ്ട് എന്നൊന്ന് അറിയണം. ഒരാമയും പറഞ്ഞില്ല, നിങ്ങളാരും കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതിരുന്നാൽ നീ ദുഷ്ടൻ അല്ല. നിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ മറ്റൊരുവന് കൃപാലുവായി ദാനം കൊടുക്കുന്നവനായി മാറണം. അങ്ങനെയുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. ഒരാമയും പറഞ്ഞില്ല. ആ കൊച്ചി ആ ബാത്റൂമിൻ്റെ അവിടെ കിടന്നങ്ങ് ഇളകി മറിയെ ഒറ്റ അടി കൊടുങ്ങ വഴി ആ മാറ്റിനകത്ത് പോയി കൈയിട്ടിളക്കി. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ നോക്കിയേ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വായ്പ മേടിച്ചിട്ട് കൊടുക്കാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ കണക്കെല്ലാം നോക്കി അടുത്ത ദിവസം കാശ് കിട്ടുമ്പോൾ കൊടുക്കണം. നമുക്കൊരു കുഴപ്പമുണ്ട്, വായ്പ മേടിക്കും, തിരിച്ച് കൈ കിട്ടിയാലും തിരിച്ച് കൊടുക്കത്തില്ല. കയ്യിലിരിക്കുന്ന മുഴുവൻ തീർന്നു. വീണ്ടും നിനക്കൊരു പൈസയ്ക്ക് ആവശ്യം വന്നു. നീ ഇന്നാൾ പൈസ മേടിച്ചിട്ട് ആ കൊടുക്കാതെ ആ തള്ളയെ കണ്ടൊരു 1000 രൂപ ചോദിച്ചാൽ പിന്നെ തരുമോ? പലരും നിങ്ങൾക്ക് കാശ് തരാത്തത് ഇത് തന്നെ കാരണം. ഉണ്ടോ എൻ്റെ കൂടെ? പലരും നിങ്ങൾക്ക് കാശ് തരാത്തത് ഇത് തന്നെയാണ് കാരണം. ഇപ്പം പിടി കിട്ടിയോ എല്ലാവർക്കും? ഒരാമയും പറഞ്ഞേ. ദുഷ്ടൻ വായ്പ വാങ്ങിയിട്ട് തിരികെ കൊടുക്കുന്നില്ല. അടുത്ത ആഴ്ചയിൽ ഞാൻ പറയുന്നു, കൊടുക്കാനുള്ള കടങ്ങളെല്ലാം കൊടുക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ദൈവം അത് തന്നു, അതിന് മുമ്പത്തെ ആഴ്ചയും ദൈവം നിനക്ക് തന്നു, അതിൻ്റെ തലേ മാസവും ദൈവം നിനക്ക് തന്നു. പക്ഷെ നീ കടം വീട്ടിയില്ല. അതുകൊണ്ട് നീ ദുഷ്ടനായിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, വായ്പ വാങ്ങിയത് തിരികെ കൊടുക്കണം. എൻ്റെ അഭിപ്രായമല്ല, വചന പറയുന്നത്. അടുത്തത്, അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ഈ പറയുന്നതിനൊക്കെ നിങ്ങൾ ഹൃദയത്തെ കുറിച്ചിട്ടാണോ? വായ്പ വാങ്ങിയിട്ട് കൊടുക്കാത്തവൻ ദുഷ്ടൻ, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ നീതിമാൻ. രണ്ടുപേരുടെ കാര്യം പറയുന്നത്. നമ്മൾ ദുഷ്ടൻ്റെയും നീതിമാന്റെയും കാര്യം പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ നീതിമാനാണെങ്കിൽ അവനെപ്പറ്റി 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്തോത്രം. നല്ലൊരാമയും പറഞ്ഞില്ല. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവനെ
ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ഒരുവൻ്റെ അവസ്ഥ കണ്ട് അവന് വേണ്ടി കൃപ തോന്നി നിങ്ങൾ ഒരു പൈസ, ഒരു ദാനം നിങ്ങൾ കൊടുത്താൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കും. ഈ ആഴ്ചകളിൽ ഞാൻ പറയുന്നു, ചിലരങ്ങനെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. എത്ര പേര് നല്ല ഒരു ആമേൻ പറയും? ഇത് കണ്ടിട്ടാ പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. അവൻ്റെ ഗമനം സ്ഥിരമാക്കും. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വായ്പയുടെ കാര്യമായിരുന്നു. കൃപ തോന്നി നീ ഒരുവന് വായ്പ കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ വഴി ദൈവം ഉറപ്പിക്കും. നീ ഇനിയും കൊടുക്കും. ഇനി ഒരു ആവർത്തന പുസ്തകത്തിലെ വാക്യം കൂടെ ചേർത്ത് പറയാം. വായ്പ വാങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല, കൊടുക്കാനോ കൃപ തരും. ഈ വചനമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പൊ കൃപ തോന്നി നീ വായ്പ ഒരുവന് കൊടുത്താൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നീ ഒരുവന് ഒരു 500 രൂപ കൃപ തോന്നി കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ 500-ന് അനുഗ്രഹമല്ല വരുന്നത്, എല്ലാ വിധത്തിലും. നിന്റെ വസ്തു അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കച്ചവടങ്ങൾ ഉയരും, നിനക്ക് ആരോഗ്യമുണ്ടാകും, നിന്റെ സന്തതികൾ പച്ച പിടിക്കും, അവർക്ക് ജോലി കിട്ടും, നിനക്ക് കിട്ടാനുള്ള കടമെല്ലാം കിട്ടും, നിന്റെ എല്ലാ ലോണുകളും സാക്ഷനാകും, നിന്റെ എല്ലാ പണിയും നടക്കും. കേൾക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ആമയം പറഞ്ഞോണം. അപ്പം നീ കൃപ തോന്നി ഒരുവനെ സഹായിച്ചാൽ ദൈവം നിന്നെ അങ്ങോട്ട് ബ്ലസ് ചെയ്യാൻ തുടങ്ങും. ദൈവം നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തെ അവൻ അനുഗ്രഹിക്കും. യഹോവ സിയോനിൽ നിന്ന് കൈ നീട്ടി നിന്നെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ നീ ഒരുവന് കൃപ തോന്നി 500 കൊടുത്തു. പിന്നീട് വചനം പറയുന്നു, നീ കൃപ തോന്നി അനവധി പേരെ അനുഗ്രഹിക്കും. നീ വായ്പ വാങ്ങുകയില്ല, നീ കൊടുക്കുന്നവനായി മാറും. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിച്ച് തുടങ്ങുമ്പോൾ നീ വാരി വിതറി കൊടുക്കാൻ സമൃദ്ധിയുള്ളവനായി മാറും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സമൃദ്ധി വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറി നിങ്ങളുടെ മേൽ ഒരു സമൃദ്ധി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞു സ്തോത്രം ചെയ്യും? ഈ ആഴ്ചകളിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തൊരു വലിയ സമൃദ്ധിയുടെ അഭിഷേകം എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പകരാൻ പോവുകയാ. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവനായി മാറും. നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കുന്നവനായി മാറും. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സമൃദ്ധി ഉണ്ടെങ്കിൽ ആ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും. നമുക്ക് കിട്ടുന്നത് പോലും നമ്മുടെ വീട്ടിൽ അരി മേടിക്കാൻ പോലും തികയുന്നില്ല. പിന്നെ എങ്ങനെയാ വായ്പ കൊടുക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നത് നമുക്ക് അരി മേടിക്കാൻ പോലും തികയില്ല, പിന്നെ എങ്ങനെ വായ്പ കൊടുക്കും? എടാ, നീ വായ്പ കൊടുക്കണതിനുള്ള മർമ്മം ഈ പറയുന്നത്. നീ കൃപ തോന്നി ഒരുവനെ അനുഗ്രഹിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഒരുവനെ ആ കൃപ തോന്നി സഹായിച്ചത് മൈക്ക് കെട്ടി വിളിച്ചു പറയുകയൊന്നും വേണ്ട. നീ ഒരുവനെ കൃപ തോന്നി അവൻ്റെ അവസ്ഥ കണ്ട് അവനെ ഹെൽപ്പ് ചെയ്താൽ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുതെന്ന ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ തന്നെയാ ഇല്ലാതാക്കുന്നത്. നല്ലവണ്ണം കേട്ടോണം. പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ തന്നെയാണ് മുടിപ്പിക്കുന്നത്. നിൻ്റെ കയ്യിലിരിക്കുമ്പോഴായിരിക്കാം നിൻ്റെ കൂടപ്പിറപ്പ്, നിനക്ക് വേണ്ടപ്പെട്ടവൻ, നിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവൻ നിന്നോടൊരല്പം കടം ചോദിച്ചത്. പൈസ കൈ വെച്ച് നീ തിരുമ്മി വെച്ചോണ്ടിരുന്നു, കൊടുത്തില്ല. ദൈവം എന്ത് ചെയ്തു? ഇത് കണ്ടു. ഇത് കണ്ടപ്പോൾ ദൈവം നിന്നെ ദുഷ്ടൻ്റെ കൂടെ എണ്ണി നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ദൈവം പിൻവലിച്ചു. അന്ന് മുതൽ നിൻ്റെ വീട്ടിനകത്ത് ക്ഷാമം, നിൻ്റെ കച്ചവടം എല്ലാം തകർന്ന് തരിപ്പണം, നിൻ്റെ എല്ലാ പരിപാടിയും പൂട്ടി, എല്ലാം അടച്ച് പൂട്ടി. ഇപ്പോൾ വീട്ടിൽ ചൊറിയും കുത്തിക്കൊണ്ട് നീ ഇരിക്കുകയാ. ചേർന്നൊരു ആമേൻ പറയുന്നില്ലല്ലോ. കൃപ തോന്നി നീ വായ്പ കൊടുക്കാൻ തുടങ്ങുമ്പോൾ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്റെ കച്ചവടങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. ഒന്നിലധികം ബിസിനസ്സുകൾ നീ ചെയ്യാൻ തുടങ്ങും. ഒന്നിലധികം സ്ഥാപനങ്ങൾ നിന്റെ കെയർ ഓഫ് യു വരാൻ തുടങ്ങും. ആമേ, നീ പ്രതീക്ഷിക്കാത്ത നിനക്ക് ലോണ് കിട്ടും. ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും, ലോണ് വല്ലതും വേണമെന്ന്.
നിങ്ങളുണ്ടോ ഇവിടെ? നിങ്ങളുണ്ടോ ഇവിടെ? ബാക്കിയുള്ളവർ ചിലരൊക്കെ ലോണിന് വേണ്ടി നാട്ടുകാരെ മുഴുവൻ പിടിച്ചോണ്ട് നടക്കുക. അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, പേരൊന്നും പറയുന്നില്ല. എല്ലാവരും വിളിച്ച് നമ്മൾ നടക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, ലോണ് വല്ലതും വേണോ? നിങ്ങളാരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പലരും പണി തേടി നടക്കുക. പണിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, പണിക്ക് വരുന്നോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പലരും ലോട്ടറി ടിക്കറ്റുമായിട്ട് വിൽക്കാൻ വേണ്ടി കാടും നീളെ വെയിലും കൊണ്ട് നടക്കുമ്പോൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കും, ആ ടിക്കറ്റ് മുഴുവൻ ഇങ്ങോട്ട് തരുന്നോ? നിങ്ങളുണ്ടോ ഇവിടെ? കൃപ തോന്നി വായ്പ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഈ ആഴ്ചകളിൽ ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയാം, നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങാൻ പോവുക. നിന്റെ തലമുറയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങാൻ പോവുകയാ. ഒരു വലിയ സമൃദ്ധിയിലേക്ക് ദൈവം നിന്റെ കുടുംബത്തെ കൊണ്ടുവരാൻ പോവുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച ഈ പകലിൽ ദൈവാത്മാവ് അങ്ങനെ എന്നോട് പറയുന്നു, ആരുടെയൊക്കെ അതിർവരമ്പുകളെ ദൈവം വിശാലപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർക്ക് ആമേൻ. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. അടുത്തത് അവൻ വീണാലും പറഞ്ഞ അവൻ വീണാലും എന്ത് ചെയ്യില്ല, നിലംപരിചാകില്ല. ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തെ ഒന്നും കൂടെ വായിക്കുന്നത് ഇങ്ങനെ വായിച്ചേ, അവൻ വീണാലും നിങ്ങൾ ആ വചനത്തിൽ നിൽക്കി. ആ വീണാലും അവൻ, അത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പാട്ട് പാടാം, വീഴുകില്ലെന്നെ താങ്ങിടും, വീഴുകില്ലെന്നെ താങ്ങിടും, അവൻ വീണാലും വചനം പറയുന്നു ദൈവം അവനെ താങ്ങും. നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു നീതിമാനാണെങ്കിൽ ഞാൻ നിന്നോടൊന്ന് വിളിച്ചു പറയാം, സകല മനുഷ്യർക്കും ഇടർച്ചകളും താഴ്ചകളും വീഴ്ചകളും കോട്ടങ്ങളും വന്നിരിക്കാം. പക്ഷെ ഒരു നീതിമാൻ വീണാലും അവൻ നിലംപരിചാകില്ല. ദൈവം അവന്റെ കൂടെ കിടക്കയെല്ലാം മാറ്റി പിരിക്കും. ദൈവം അവന്റെ മുറിവുകളെല്ലാം കെട്ടുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ പകലിൽ ആരെയൊക്കെ നോക്കി ദൈവം പറയുന്നു, നിന്റെ കുടുംബം താളടിയായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ തകർന്ന് തരിപ്പണമായി താളടിയായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് ദൈവം നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കൂ. ഹല്ലേലൂയ. നമ്മൾ പലരുടെയും കുടുംബങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പലരും തകർന്നു തരിപ്പണമായി പോയി. അവർ താളടിയായി പോയി. വചനാംശം വെച്ച് പറയാം, അവർ താളടിയായി പോയി. എല്ലാ മനുഷ്യർക്കും വീഴ്ചയുണ്ട്. നീതിമാനും വീഴും, ദുഷ്ടനും വീഴും. ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കുന്നു. നീതിമാനും വീഴും, ദുഷ്ടനും വീഴും. ദുഷ്ടൻ വീണാൽ അവൻ നിലംപരിചാകും. എന്നാൽ നീതിമാൻ വീണാലോ അവൻ നിലംപരിചാകില്ല. ദൈവം അവനെ താങ്ങും. ഹല്ലേലൂയ. ഈ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറയാം, വീണ് കിടക്കുന്ന ചില മേഖലകളിൽ നിന്ന് ദൈവം നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആഴ്ചയാ. തകർന്നു പോയ നിന്റെ അവസ്ഥകൾക്കകത്തു നിന്ന് ദൈവം നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആഴ്ചയാ. പരാജയപ്പെട്ടു പോയ നിന്നെ ദൈവം കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആഴ്ചയാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ആരെയൊക്കെ ദൈവം കൈപിടിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ട പ്രവചിക്കുന്നത്, എന്റെ ദൈവം നീ താളടിയായി പോകുവാൻ അനുവദിക്കുകയില്ല. തിരുവെഴുത്തി പറയുന്നു, ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കും. തിരുവചനം അങ്ങനെ പറയുക, ദാവീദിന്റെ സിംഹാസനം കൂടാരം വീണുപോയെങ്കിലും പിന്നത്തേതിൽ അവന്റെ കൂടാരത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ പ്രവചനമായി. എന്താ കാര്യം? അവൻ ഒരു നീതിമാനായിരുന്നു. ദാവീദ് നീതിമാനാകൊണ്ട് അവന്റെ കൂടാരത്തെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഞാൻ ഇന്ന് പകൽ വീണ്ടും വിളിച്ചു പറയാം, തകർന്നു കിടക്കുന്ന നിന്റെ സാമ്പത്തിക ഭദ്രതയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തളർന്നു പോയ നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ് പോയ നിന്നെ വീണ്ടും കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തകർന്നു താളടിയായ നിന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ പകൽ ആരെയൊക്കെ കൈപിടിക്കുന്നത് അവൻ വീണാലും നിലപരിശാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ച്
താങ്ങുന്നു. ഈ പകലിൽ, ഈ സൺഡേയിൽ ഞാൻ പരിശുദ്ധാത്മാവി സഭയിലെ ജനത്തോട് പറയുകയാ, ദൈവം നിന്നെ കൈപിടിച്ച് താങ്ങാൻ പോവുക. ആരും താങ്ങാൻ നിനക്കില്ലെന്നല്ലേ ആമേ നീ പറയുന്നത്? എന്നെ താങ്ങാൻ ആരുമില്ല ദൈവമേ, എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല ദൈവമേ, എൻ്റെ കൂടെ ഇരിപ്പാൻ ആരുമില്ല കർത്താവേ, എൻ്റെ ഒപ്പം ഒന്ന് ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ആരുമില്ലാത്തവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരമിറങ്ങും. ഈ ആരാധനയിൽ ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വരാൻ പോവുക. മനുഷ്യൻ്റെതല്ല, ദൈവകരം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. നിന്നെ താങ്ങുവാൻ, നീ താളടിയാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിലംപരിചാകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ താങ്ങും. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രം. 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു വിട്ടേ. ഈ തിരുവചനം എഴുതിയ ആള് പറയുകയാ, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു കുഞ്ഞു മകനായിട്ട് ഈ ഭൂമി ജനിച്ചു, ഇപ്പം ഞാൻ വൃദ്ധനായി. ഈ വയസ്സിനിടയിൽ മുഴുവൻ ഞാൻ പലരെയും കണ്ടു. എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ ഒത്തിരി പേരെ കണ്ടു. എല്ലാവരെയും കണ്ടേച്ച് അവസാനം പുള്ളി പറയുകയാ, ഞാൻ പലരെയും കണ്ടു, പക്ഷേ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആകാരം ഇരക്കുന്നതും ഞാൻ കണ്ടില്ല. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പിടികിട്ടിയോ? ഈ മനുഷ്യൻ പറയുക, ഞാൻ ഒരിക്കൽ ശിശുവായിട്ട് ഭൂമിയിൽ ജനിച്ചു, ഇപ്പം ഞാൻ വൃദ്ധനായിരിക്കുക, 100 വയസ്സ് എനിക്ക് പ്രായമുണ്ടെന്ന് കരുതിക്കോ. ഞാൻ പല ആൾക്കാരെയും കണ്ടു, കൂടെ പഠിച്ചവരെ ഞാൻ കണ്ടു, കൂടെ കളിച്ചവരെ ഞാൻ കണ്ടു, കൂടെ ജോലി ചെയ്തവരെ ഞാൻ കണ്ടു, അയൽപക്കത്തുള്ളവരെ ഞാൻ കണ്ടു. ഞാൻ വൃദ്ധനായപ്പോൾ എൻ്റെ കൂടെ വൃദ്ധനായ പലരെയും ഞാൻ കണ്ടു, ഉന്നതന്മാരെ കണ്ടു, പലരെയും ഞാൻ കണ്ടു. പക്ഷേ ആരെയൊക്കെ കണ്ടു, അവരുടെയൊക്കെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടു, പലരും തകർന്നു വീഴുന്നത് കണ്ടു, പലരും അപകടത്താൽ മരിക്കുന്നത് കണ്ടു, പലരും പരാജയപ്പെട്ടു പോകുന്നത് കണ്ടു, നിന്ദിക്കപ്പെട്ടു പോകുന്ന കണ്ടു, ശൂന്യരായി പോകുന്ന കണ്ടു. പക്ഷേ നീതിമാനെ ഞാൻ കണ്ടു. എങ്ങനെയാണെന്നറിയാവോ? അവൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവന്റെ സന്തതി ആകാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വീണ്ടും വിളിച്ചു പറയാം, നിന്റെ തലമുറ ആകാരം ഇരക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ തുണയില്ലാതിരിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്ക, നീതിമാനായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, നീ തുണയില്ലാതിരിക്കുകയില്ല, നിന്റെ സന്തതി തെണ്ടി നടക്കത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. അടുത്ത വാക്യം വേഗത്തിൽ പറഞ്ഞു വിട്. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മൾ വീണ്ടും ആ വചനത്തിലേക്ക് വരിക. കൃപ തോന്നി വായ്പ കൊടുത്ത നീതിമാനെ കണ്ടിട്ട് ദൈവം പറയുക, അവൻ വീണ്ടും കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇന്ന് പകൽ വീണ്ടും പറയുന്നു, വായ്പ വാങ്ങാൻ ഇടവരില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ ആഴ്ചകളിൽ ഏതോ വിഷയത്തിന് മേൽ നിലവിളിച്ച് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ മനസ്സ് ചഞ്ചലപ്പെട്ട് ആരൊക്കെ ഇരിപ്പുണ്ട്, അവരെ നോക്കിയ ദൂത് പറയുന്നത്, വായ്പ വാങ്ങത്തില്ലെന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ ദൂത് ഞാൻ ഏറ്റെടുക്കുകയാ, എൻ്റെ കുടുംബം അത് ഏറ്റെടുക്കുക. എൻ്റെ സഭയിലെ ദൈവമക്കൾ ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ച്, എൻ്റെ ദൈവം പറയുന്നു, നീ വായ്പ വാങ്ങത്തില്ല, നീ കൃപ തോന്നി വായ്പ കൊടുക്കുന്നവനാകും, നിന്റെ സന്തതി അനുഗ്രഹം പ്രാപിക്കും. യെസ് യെസ് യെസ്, നിന്റെ തലമുറകൾ അനുഗ്രഹമുള്ളവരായി മാറും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകരം ഞാൻ അതങ്ങോട്ട് മതം അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഞാൻ മതം വായിച്ച് തീർക്കാൻ ഓർക്കുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. ഈ ആഴ്ചകളിൽ